ആര് വന്നാലും എൻ്റെ അച്ഛൻ വരരുതേ എന്ന് സായി നന്ദനയോട് പറയുന്നുണ്ട്. സായി പറയുന്നുണ്ട്, എനിക്ക് അച്ഛൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല, ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പം നന്ദന പറയുന്നുണ്ട്, അച്ഛൻ വരട്ടെ, അച്ഛനോട് സംസാരിച്ചെല്ലാം തീർക്കാം, സംസാരിക്കണം, പക്ഷേ എനിക്ക് ഇവിടെ വെച്ച് സംസാരിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. നന്ദന പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, അച്ഛൻ വരട്ടെ, നന്ദനയ്ക്ക് അച്ഛനില്ലാത്തതിൻ്റെ വിഷമം അറിയാവുന്നതാണ് സായി ചേട്ടാ, അപ്പോൾ സായി ചേട്ടൻ്റെ അച്ഛൻ എന്താണെങ്കിലും വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. സായി പറയുന്നുണ്ട്, ഒരു കാരണവശാലും അച്ഛൻ ഇങ്ങോട്ട് വരരുത്, ഞാൻ സംസാരിക്കുന്നതും എനിക്കറിയില്ല, ഞാൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വീട്ടുകാരും പറയുന്നുണ്ട് വരട്ടെ എന്ന്. പിന്നെ നന്ദന പറയുന്നുണ്ട്, ഉറപ്പായിട്ടും സ്നേഹ ചേച്ചി അമ്മയും വരുമായിരിക്കുമെന്ന്. അത് കേട്ട് സായി പറയുന്നുണ്ട്, സ്നേഹയും അമ്മയും ഒരുമിച്ച് വന്നാൽ പിന്നെ എനിക്ക് ഒന്നും വേണ്ട, ബിഗ് ബോസും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ അപ്പം തന്നെ പെട്ടിയും എടുത്തുകൊണ്ട് കാറിൽ കയറി പോകത്തുള്ളൂ, അതിൽ കൂടുതൽ എനിക്ക് സന്തോഷം വേറെ ഒന്നും ഇല്ലയെന്ന്. ശരിക്കും ആളുകളെ കാണുന്നത് പോലെയല്ല അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള കാര്യങ്ങൾ എന്ന് തോന്നിപ്പോവും സായിയുടെ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട്. സായി ഇങ്ങനെ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു മുഖമൊക്കെ അണിഞ്ഞ ഒരു റഫായിട്ട് നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോഴാണ് ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയത് അദ്ദേഹം വളരെയധികം ലോലനായിട്ടുള്ള ഒരാളാണെന്ന്, ഒത്തിരി ഫാമിലി പ്രശ്നങ്ങളുണ്ടെന്നും.